ഈ ദിവസങ്ങളെ നാം കേട്ടുകൊണ്ടിരിക്കുന്നത് കർത്താവ് നമുക്ക് വേണ്ടി എന്തായി തീർന്നു എന്നതിനെ സംബന്ധിച്ചാണ്. കർത്താവ് നമുക്ക് വേണ്ടി പാപമായി തീർന്നു, അവൻ നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. അവൻ നമ്മുടെ ജീവിതത്തെ നാം എന്താവണം ദൈവം ആഗ്രഹിക്കുന്നോ അതായി തീരുവാൻ വേണ്ടി അവൻ നമ്മുടെ ജീവിതത്തിൽ അവൻ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മളെ എന്താക്കണമെന്ന് ആഗ്രഹിക്കുന്നോ അതിനുവേണ്ടി അവൻ തന്നെ നമ്മൾക്ക് വേണ്ടി നൽകുന്നു. ആ പ്രക്രിയയാണ് ഈ ബിക്കെയിം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ. ആയിത്തീരുന്നു, അവനായിത്തീർന്നു എന്ന് നമ്മൾ വായിക്കുന്നു. ഇന്ന് ആ സീരീസിൽ അവസാനത്തെ കാര്യമാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ക്രൈസ്റ്റ് ബിക്കെയിം പുവർ ഇൻ ഓർഡർ ടു മേക്ക് us റിച്ച്. നമ്മളെ സമ്പന്നരാക്കുവാനായിട്ട് അവൻ ദരിദ്രനായി തീർന്നു. നമ്മളെ സമ്പന്നരാക്കാനായിട്ട് അവൻ ദരിദ്രനായി തീർന്നു. ആയിത്തീർന്നു എന്നുള്ള ആ വാക്കിന് ഒത്തിരി അർത്ഥമുണ്ട്. വേദശാസ്ത്രപരമായിട്ടൊക്കെ അതിന് ഒത്തിരി അർത്ഥങ്ങളുണ്ട്. നമ്മൾ ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി നമ്മളെ തന്നെ മാറ്റുകയോ നമ്മളെ തന്നെ നിഷേധിക്കുകയോ നമ്മളെ തന്നെ നമ്മുടെ സാധ്യതകളെ ഒഴിവാക്കുകയോ ചെയ്യുന്ന വലിയൊരു സിറ്റുവേഷനാണ് ഇതിനകത്തുള്ളത്. അതിനെപ്പറ്റി പറയുന്നത് ക്രിസ്തു എംപ്റ്റീഡ് ഹിംസെൽഫ് എന്നാണ് പറയുന്നത്. അവനെ തന്നെ താഴ്ത്തി എന്നൊക്കെ മലയാളത്തിൽ നിന്ന് വായിക്കുന്നത്. അതിൽ വേറെ ആഴമുണ്ട്. അതിന് നമ്മളായിരിക്കുന്ന പൊസിഷനിൽ നമ്മൾ താഴേക്ക് വരിക. പാപമല്ലാത്തവൻ പാപമായി തീർന്നു, ശാപമല്ലാത്തവൻ ശാപമായി തീർന്നു. എന്തല്ലാതിരുന്നോ അതിനെ ബോധപൂർവം വേണ്ട എന്ന് വെച്ചിട്ട് മറ്റൊന്നായി മാറുക, മറ്റൊരു ലക്ഷ്യത്തോടെ ആയിത്തീരുക. നമ്മുടെ ഭാഷയെ പറഞ്ഞ വിദ്യാഭ്യാസമുള്ളവൻ വിദ്യാഭ്യാസം ഇല്ലാത്തവനെ പോലെ ആയിത്തീരുക, അല്ലേ? ബുദ്ധിമാൻ മണ്ടനായിട്ട് തീരുക, അഭിനയിക്കുകയല്ല, ആയിത്തീരുക. അത് ചെറിയൊരു കാര്യമല്ല. ഞാൻ ഒരു ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു കുറേ വർഷങ്ങൾ. അപ്പോൾ അത് പ്രധാനമായിട്ടും ഞങ്ങളുടെ സ്റ്റുഡൻസൊക്കെ വരുന്നത് ഈ വില്ലേജ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത്. വടക്കേ ഇന്ത്യയിലുള്ള വിവിധ വില്ലേജുകളിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസ്. അപ്പോൾ അവരുടെ അടിസ്ഥാന വിദ്യാഭ്യാസമൊന്നും അത്രത്തോളം ഒരു നല്ലതായിരുന്നില്ല. അവർ ഡിഗ്രി +2 ജയിക്കുന്നു അല്ലെങ്കിൽ 10ാം ക്ലാസ് ജയിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഈ അറിവിൻ്റെ കാര്യത്തിൽ അവർക്ക് അത്രമാത്രം സാധ്യതകളുള്ളവരല്ല. പക്ഷേ അവർക്ക് കൊടുത്തു കഴിയുമ്പോൾ അവർ പെട്ടെന്ന് പിക്കപ്പ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ പലപ്പോഴും ഇതിനെപ്പറ്റിയൊക്കെ ചർച്ച ചെയ്യുമ്പം ഞങ്ങളുടെ ഇടയിലുള്ളൊരു സംശയമാണ് ചർച്ചയായിരുന്നത്, നമുക്ക് സ്റ്റുഡൻസിൻ്റെ ലെവലിൽ പോകണമോ അതോ സ്റ്റുഡൻസിന് നമ്മുടെ ലെവലിൽ കൊണ്ടുവരാൻ ശ്രമിക്കണമോ? ഇത് എല്ലായ്പ്പോഴും ഒരു ക്രൈസിസാണ് ഞങ്ങളുടെ മനസ്സിൽ. ഇതിലേതാണ് നമ്മൾ ചെയ്യാൻ ആദ്യമായിട്ട് ചെയ്യേണ്ടത്? ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് രണ്ടിനകത്തും കൃത്യമായ ഉത്തരവൊന്നും ഞങ്ങൾ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. പക്ഷേ വേറൊരു കാര്യം ഉണ്ടായെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചൂസ് ചെയ്തത്, ഞാൻ ഇഷ്ടപ്പെട്ടത്, എൻ്റെ പേഴ്സണലി ഞാൻ അവരുടെ ഒപ്പം ആഗ്രഹിച്ചു. അപ്പോൾ ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ എനിക്ക് നല്ല വാക്കുകൾ പഠിക്കുന്ന ഇഷ്ടമാണ്, ഘനമേറിയ വാക്കുകൾ പഠിക്കുന്ന ഇഷ്ടമാണ്, ആശയങ്ങൾ പഠിക്കുന്ന ഇഷ്ടമാണ്, ചിന്തകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഇഷ്ടമാണ്. അങ്ങനെയുള്ള ഞാൻ എൻ്റെ ആദ്യകാല പ്രസംഗങ്ങളുടെ ഒടുവിൽ എനിക്ക് മനസ്സിലായി, ഞാൻ പറയുന്നൊന്നും ഇവർക്ക് മനസ്സിലാവുന്നില്ല, ഇവരുമായിട്ട് വലിയ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല, ഞാൻ പറഞ്ഞിട്ട് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നെനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ഒബ്സർവ് ചെയ്ത് എന്താണ്, എവിടെയാണ് ഇവർ ശ്രദ്ധിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് റെസ്പോൺസ് കിട്ടുന്നത്. 120 സ്റ്റുഡൻസ് ഇരിക്കുന്ന ഒരു ഓഡിയൻസിനകത്ത് നിന്ന് ആര് പ്രസംഗിക്കുമ്പോഴാണ്, ആര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവർക്കത് മനസ്സിലാവുന്നത് ഞാൻ ഒബ്സർവ് ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഏറ്റവും സിമ്പിൾ ലാംഗ്വേജിൽ പറയുന്ന, ഏറ്റവും ചെറിയ അല്ലെങ്കിൽ ഏറ്റവും ലളിതമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ആളോടാണ് അവർക്ക് റെസ്പോൺസ് കൂടുതലെന്ന് എനിക്ക് മനസ്സിലായി. അത് പിന്നീട് ഞാൻ മിഷൻ ഫീൽഡുകളിൽ പോയപ്പോഴൊക്കെ എനിക്കത് പിന്നെയും വ്യക്തമായി വന്നു. ഞാനൊരു മെസ്സേജും കൊണ്ട് ആണ് ഞാൻ സിക്കിമിൽ ഒരിടത്ത് പോയി എഴുന്നേറ്റ് നിന്നത്. ആദ്യത്തെ ആ പ്രാർത്ഥനയുടെ ഒരു രാത്രിയാണ്, ആദ്യമായിട്ടാണ് ഞാൻ സിക്കിം വിസിറ്റ് ചെയ്യുന്നത്. ആ പ്രാർത്ഥനയുടെ ആദ്യ ഒരു 5-10 മിനിറ്റ് കൊണ്ടൊരു കാര്യം മനസ്സിലായി, ഞാനീ പറയുന്ന അവരുമായിട്ട് യാതൊരു വിധത്തിലും ബന്ധിക്കുന്നില്ല, അവരുമായിട്ട് കണക്റ്റ് ആവുന്നില്ല.
ഞാൻ ഒരു നിമിഷം ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് എൻ്റെ മെസ്സേജിൻ്റെ ആദ്യത്തെ ഒരു ഭാഗം മാത്രം ഞാൻ എടുത്തിട്ട് അതങ്ങ് വിശാലമാക്കി പറയാൻ തുടങ്ങി. അതിനെ ഞാൻ വിശദീകരിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കെല്ലായ്പ്പോഴും നമ്മളായി തന്നെ എല്ലായിടത്തും പ്രത്യക്ഷപ്പെടാനാവില്ല. എനിക്കതുകൊണ്ടുണ്ടായ ഒരു മാറ്റം എന്താണെന്നറിയാമോ? പിന്നീട് എനിക്ക് കിട്ടിയ ക്രിറ്റിസിസം, സ്റ്റുഡൻസിൽ നിന്ന് ക്രിറ്റിസിസം, പിന്നീട് ബുദ്ധിമാന്മാരായ കഴിവുള്ളവർ പിന്നെ പറയാൻ തുടങ്ങി ഞാൻ ഒത്തിരി വിശാലമായിട്ടാണ് പറയുന്നതെന്ന്. പണ്ട് ഞാൻ വളരെ എൻ്റെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നൊരു സയൻറ്റിഫിക്കാണ്. ഫോർമുലകൾ പറയുന്നത് എനിക്കിഷ്ടം. എന്ത് കിട്ടിയാലും അതിനകത്തൊരു ഫോർമുലയാണ് ഞാൻ സെറ്റ് ചെയ്ത് വെക്കുക എൻ്റെ മനസ്സിനകത്ത്. അങ്ങനെയാണ് എൻ്റെ ഒരു മൈൻഡ് സെറ്റ്, എൻ്റെ രീതി അതാണ്. പക്ഷേ അതിൽ നിന്ന് ഞാൻ ഇങ്ങനെ വിശാലമായി വലിച്ചു നീട്ടി പറയുന്നത് ഈ ഒരു പ്രക്രിയ കൊണ്ട് എനിക്ക് വന്ന ഒരു പ്രശ്നമാണ്. അത് പിന്നീട് ഇന്നും എന്നെ യഥാർത്ഥത്തിൽ ബാധിക്കുന്നുണ്ട്. ഒരു ചിന്ത കോൺക്രീറ്റായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എനിക്ക് പ്രയാസമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടേതായ ഒരു തലം വിട്ടിട്ട് വേറൊരു തലം സ്വീകരിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി നമ്മളിലുള്ള ഫ്രെയിം വർക്ക് തന്നെ ചിലപ്പം പൊളിഞ്ഞു പോകും. അത് ഞാൻ പേഴ്സണലി അനുഭവിക്കുന്നൊരു പ്രോബ്ലമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ഞാൻ എൻ്റെ ജീവിതം ഇവിടെ ഞാൻ ഉപയോഗിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് അവരുടെ ആ മനസ്സിലാക്കൽ തലം ഉണ്ടാക്കിക്കൂടാ? ഞാൻ ഒരു 10-15 വർഷം വയസ്സ് മുതൽ ഏറെക്കുറെ ഞാൻ ഫിലോസഫി വായിക്കുന്ന ഇഷ്ടമുള്ള ആളാണ്. സോഷ്യോളജിയും സൈക്കോളജിയും വായിക്കുന്ന ഇഷ്ടമുള്ള ആളാണ്. എൻ്റെ വായിൽ എൻ്റെ ചിന്തയിൽ കിടക്കുന്ന ചിന്തകളും വിചാരങ്ങളും ഒക്കെ എല്ലായ്പ്പോഴും ഒന്നും സ്യൂട്ടബിൾ അല്ല. അതെല്ലാവർക്കും ഒന്നും സ്യൂട്ടബിൾ അല്ല. അതുകൊണ്ട് എനിക്കത് പലതും മറക്കേണ്ടി വന്നു, വാക്കുകൾ മറക്കേണ്ടി വന്നു. ഇതെനിക്ക് മാത്രം സംഭവിക്കുന്നതല്ല, നമുക്ക് ഓരോരുത്തരും സംഭവിക്കുന്നതാണ്. നമ്മുടെ ഓരോ സാഹചര്യത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ മാറ്റേണ്ടി വരും, വിട്ടുകൊടുക്കേണ്ടി വരും. നമ്മൾ ഉണ്ടാക്കിയെടുത്ത സ്വായത്തമാക്കിയ നമ്മുടെ കയ്യിലുള്ള പലതിനെയും മാറ്റി വയ്ക്കേണ്ടി വരും. നിങ്ങളുടെ കയ്യിൽ, എൻ്റെ കയ്യിൽ പണമുണ്ടെങ്കിൽ പോലും പണമില്ലാത്തവനായി ജീവിക്കേണ്ടി വരും. എപ്പോഴാണെന്നറിയോ? വലിയൊരു പർപ്പസിന് വേണ്ടിയിട്ട്. EMS നമ്പൂതിരിപ്പാടിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹം മേലംകുളം മന എന്ന് പറയുന്ന ഏറ്റവും വളരെ ധനാഢ്യനായൊരു ഒരു മനുഷ്യനാണ്, അത്രയും പശ്ചാത്തലത്തിൽ. പക്ഷെ അദ്ദേഹം കമ്മ്യൂണിസം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകളുടെ ജീവിതത്തിൽ വീടുകളിൽ പോയി താമസിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിനെപ്പറ്റിയുള്ള കഥകളൊക്കെ നമ്മളിപ്പോൾ വായിക്കാറുണ്ട്. വലിയ പർപ്പസുകൾക്ക് വേണ്ടി മനുഷ്യൻ ചെയ്യേണ്ടി വരുന്നൊരു കാര്യമാണ്. PG പലപ്പോഴും ഞങ്ങളുടെ മീറ്റിങ്ങിൽ പറയാറുണ്ട്, എന്നോട് ചില മേഖലകളിൽ അത് ചെയ്യാൻ പറഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റില്ല. അദ്ദേഹം പറയുന്നൊരു കാര്യം ഇതാണ്, നിങ്ങൾക്ക് ഒരു വേദശാസ്ത്ര സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഞങ്ങളുടെ അധ്യാപകരോട് പോയി ചോദിച്ചോളൂ, അവരാണത് പറഞ്ഞു തരേണ്ടത്. പക്ഷേ നിങ്ങൾ എന്നോട് ആവശ്യപ്പെടുക, ഇന്ത്യയിലെ ഏത് ഗ്രാമത്തിലും ഏത് കുടിലിലും പോയി കിടക്കാൻ, അല്ലെങ്കിൽ അവരോട് സുവിശേഷം പറയാൻ ഞാൻ തയ്യാറാണ്. എനിക്കതിന് കഴിയും. നമുക്ക് നമ്മളെ തന്നെ വിട്ട് കളഞ്ഞ് ദൈവരാജ്യത്തിൻ്റെ പർപ്പസിൽ, ദൈവികമായ ലക്ഷ്യത്തോടു കൂടി വലിയൊരു ലക്ഷ്യം പൂർത്തിയാക്കാൻ പലപ്പോഴും നമ്മളെ തന്നെ ഉപേക്ഷിക്കേണ്ടി വരും. അതാണ് കർത്താവ് ഇവിടെ ചെയ്തത്. അതിൻ്റെ മാതൃക കർത്താവ് ഉണ്ടാക്കിയതാണ്. നമ്മളത് പഠിക്കുന്ന കർത്താവിൽ നിന്നാണ്. അവൻ പൂവറായി തീർന്നു, അവൻ ശാപമായി തീർന്നു, പാപമായി തീർന്നു. അതിൻ്റെ ആഴമൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടതാണ്. നമ്മളല്ലാത്തതെന്തോ, ആരും ഇഷ്ടപ്പെടാത്ത ഒന്നായി നമ്മൾ മാറുകയാണ്. എല്ലാവരും ഇഷ്ടപ്പെടുന്ന, എല്ലാവരും ആഗ്രഹിക്കുന്ന, എല്ലാവരും പുകഴ്ത്തുന്ന ഒരു സ്ഥാനത്ത് നിന്ന് ആരും ഇഷ്ടപ്പെടാത്ത ഒരു സ്ഥാനത്തേക്ക് ഇറങ്ങിപ്പോകുന്ന അനുഭവം. ഹല്ലേലൂയ. എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു പൊസിഷനിൽ നിന്ന് ആരും ഇഷ്ടപ്പെടാത്ത നീചവും നിന്ദ്യമായ അനുഭവത്തിലേക്ക് ഇറങ്ങിപ്പോകുന്ന അനുഭവം. അതാണ് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന കർത്താവിനെ പറ്റി. ഇന്ന് ഞാൻ അതിനെപ്പറ്റി പറയുക, നമ്മളെ സമ്പന്നരാക്കാനായിട്ട് അവൻ ദരിദ്രനായി മാറി. ഹല്ലേലൂയ. ദരിദ്രനായി മാറി. നമുക്ക് വായിക്കാം ഇന്നത്തെ വേദഭാഗം 2 കൊരിന്ത്യർ 8:9. 2 കൊരിന്ത്യർ 8:9. ആമേൻ. നമ്മൾ വായിച്ച വേദഭാഗത്തെ നമ്മൾ മുമ്പ് വായിച്ചിട്ടുണ്ട്, നമുക്കറിയാവുന്നതാണ്, പുതുമയുള്ളതല്ല. എങ്കിലും ഞാൻ ആ വിഷയത്തെ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ 8-ാം അധ്യായം, 2 കൊരിന്ത്യർ 8-ാം അധ്യായം
ഒരു പ്രത്യേക വിഷയം സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് പറഞ്ഞു വരുന്നത്. അത് പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോവാം. യെരുശലേമിലെ സഭയുടെ സാമ്പത്തിക പ്രശ്നമാണ് ഇവിടെ പ്രധാന ഇതിവൃത്തം. യെരുശലേമിലെ സഭയ്ക്ക് അവർ ആത്മനിറവിൽ ആത്മസാന്നിധ്യത്തിൽ അവർ വളർന്നപ്പോൾ അവരുടെ ഇടയിലുണ്ടായ ഒരു ചിന്ത അവരെ ആദ്യമേ സ്വാധീനിച്ചൊരു പ്രധാന ഭൗതിക ചിന്ത എന്താണെന്ന് അറിയാമോ? നമുക്ക് ആർക്കും സ്വന്തമായി സ്വത്തുക്കൾ ഉണ്ടാവേണ്ട കാര്യമില്ല, കർത്താവ് വരാറായി. അവരെന്ത് ചെയ്തു? എല്ലാവരും അവരുടെ സ്വത്തുക്കൾ വിറ്റിട്ട് അപ്പോസ്തലന്മാരെ കാൽക്കൽ വെച്ചു. അവരുള്ളത് കൊണ്ട് എല്ലാവർക്കും ഒരുപോലെ സുഭിക്ഷമായി ജീവിച്ചു. അങ്ങനൊരു ചരിത്രമുണ്ട്. പക്ഷെ അതുണ്ടാക്കിയ ഒരു അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അധികം കാലം മുന്നോട്ട് പോകുന്നൊരു കാര്യമല്ല. ആ ഒരു പ്രക്രിയ അധികം കാലം മുന്നോട്ട് പോവില്ല. കാരണം ഇത് തീർന്നു കഴിഞ്ഞാൽ ഈ വെൽത്തിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ടല്ലോ, ധനത്തിന് ഒരു കുഴപ്പമുണ്ട്. അത് പുനരുൽപ്പാദിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം. ഉൽപ്പാദനം നടക്കുന്നില്ലെങ്കിൽ കൺസംഷൻ, ഉപഭോഗം കൊണ്ട് മാത്രം നടക്കത്തില്ല. ഉപഭോഗം ഒരു വശത്ത് നടക്കുമ്പോൾ അതിൻ്റെ ഉൽപ്പാദനം ഒരു വഴിക്ക് നടക്കണം, എന്നാലേ കാര്യം നടക്കത്തുള്ളൂ. പക്ഷേ ഇവിടെ ഉൽപ്പാദനമില്ലല്ലോ. ഉള്ളതെല്ലാം വിറ്റ് അവർ ഉപഭോഗം അല്ലെങ്കിൽ അവർ ഉപയോഗിച്ചു, അല്ലെങ്കിൽ അത് ജീവിക്കാനായിട്ട്. കാരണം അവർ പ്രതീക്ഷിക്കുക കർത്താവ് പെട്ടെന്ന് വരും, അതുകൊണ്ട് ഇനി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ള ചിന്ത വന്നു. അതിൻ്റെ അപകടം മനസ്സിലാക്കിയത്, അതിൻ്റെ ആ പ്രശ്നത്തെ മനസ്സിലാക്കിയത് പൗലോസ് അപ്പോസ്തലനാണ്. പൗലോസിന് അതിനെ മറികടന്നൊരു ചിന്ത ഉണ്ടാക്കാൻ കഴിഞ്ഞുള്ളൂ. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, മറ്റ് സഭകളിൽ നിന്ന്, ഫിലിപ്പിയിലെയും മറ്റ് സഭകളിൽ നിന്ന് ഒരു കളക്ഷൻ എടുക്കുകയാണ്, ധനസമാഹരണം നടത്തുക. എന്തിനു വേണ്ടി? യെരുശലേമിലെ സഭയെ സന്ധിക്കണം. പ്രത്യേകിച്ചും യെരുശലേമിലെ സഭയുടെ പ്രത്യേകത എന്താണ്? അതൊരു മിഷണറി മൂവ്മെൻ്റായിട്ട് നിൽക്കുക. ഇങ്ങനെ അവിടുന്ന് ആളുകളെ ഇങ്ങനെ സുവിശേഷത്തിന് വേണ്ടി അയക്കുക, അപ്പോസ്തലന്മാരെ അയക്കുക. അപ്പോൾ സഭയുടെ ഒരു സെൻറ്ററായി നിന്നുകൊണ്ട് അവിടെ ഒത്തിരി ആവശ്യങ്ങളുണ്ട്, പക്ഷേ അതിനുള്ള ധനം അവിടെ ഇല്ല. അപ്പോൾ ഈ ധനത്തിൻ്റെ ഒരു കളക്ഷൻ പൗലോസ് അതിനു വേണ്ടി മുന്നിട്ടിറങ്ങുന്നതായിട്ട് നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ആ ഒരു കാര്യത്തിന് വേണ്ടി ഇവരെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമാണ് കാണുന്നത്. അദ്ദേഹം പറയുന്നതാണ്, മക്കതോനിയയിലെ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ. അവരെന്ത് ചെയ്യുമെന്ന് അറിയാമോ? അവരുടെ 8-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം, കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധി മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള 3-ാമത്തെ വാക്യം, വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള ധർമ്മവും കൂട്ടായ്മയും സംബന്ധിച്ച് അവർ വളരെ താല്പര്യത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ച് പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും സ്വമേധയായി കൊടുത്തുവെന്ന് ഞാൻ സാക്ഷി. അപ്പം മക്കതോനിയയിലെ സഭ, അങ്ങനെ പല സഭകളിൽ നിന്ന് ഈ ധർമ്മശേഖരം അവിടെ ഉണ്ടായിന്ന് മനസ്സിലാക്കുന്നു. അത് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു വരുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതിൻ്റെ ഈ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു ലക്ഷ്യം എന്നതിലേക്ക് എനിക്ക് മനസ്സിലായതെന്നറിയാമോ? അപ്പോൾ പൗലോസ് ഇങ്ങനെ പറയുന്നു, ഞാൻ കൽപ്പനയായിട്ടല്ല നിങ്ങളോട് പറയുന്നത്. 8-ാമത്തെ വാക്യം, മറ്റുള്ളവരുടെ ജാഗ്രത കൊണ്ട് നിങ്ങളുടെ സ്നേഹത്തിൻ്റെ പരമാർത്ഥതയും ശോധനയും ചെയ്യേണ്ടതിന് എത്രയാണ് പറയുന്നത്. പൗലോസ് ഇവിടെ പറയുകയാണ്, ഇത് ഈ ധർമ്മത്തെപ്പറ്റി ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് അറിയാമോ? അല്ലെങ്കിൽ ശേഖരത്തെപ്പറ്റി പറയുന്നത്, ഇത് നിങ്ങളുടെ സ്നേഹത്തിൻ്റെ പരമാർത്ഥതയെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? മറ്റുള്ളവരുടെ ജാഗ്രത കൊണ്ടും നിങ്ങളുടെ സ്നേഹത്തിൻ്റെ പരമാർത്ഥതയെ ശോധന ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ സ്നേഹത്തിൻ്റെ പരമാർത്ഥത ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുക എന്നുള്ളത്. അങ്ങനെയല്ലേ ആ വാക്കിൻ്റെ അർത്ഥം? നമ്മൾ പ്രകടിപ്പിക്കുന്ന സ്നേഹത്തിൻ്റെ പരമാർത്ഥതയുടെ ഒരു ബഹിർസ്ഫുരണം, അതിൻ്റെ ഒരു ആക്റ്റാണ് എന്നാണ് പൗലോസ് അതിനെ മനസ്സിലാക്കുന്നത്. ദൈവകാര്യത്തിനും ദൈവജനത്തിനും ദൈവികമായ പർപ്പസിന് വേണ്ടിയും കൊടുക്കുക, നിങ്ങളുടെ ധനം കൊടുക്കുക എന്ന് പറയുന്നത്, അത് നിങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിൻ്റെ സിൻസിയറിറ്റി ഓഫ് യുവർ ലവ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്നത്, നിങ്ങളുടെ സത്യസന്ധത, നിങ്ങൾ പറയുന്ന സ്നേഹം യഥാർത്ഥമാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നൊരു പോയിന്റും കൂടെയാണിത്. വേറൊരു കാര്യം കൂടെ അദ്ദേഹം പറയുന്നുണ്ട്, താഴെ 13-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, മറ്റുള്ളവർക്ക് സുഭിക്ഷവും നിങ്ങൾക്ക് ദുർഭിക്ഷം. അതായത് നിങ്ങൾക്ക് കുറവ് വരികയും മറ്റുള്ളവർക്ക് കൂടുകയും ചെയ്യുന്ന അർത്ഥത്തിലല്ല, എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാകണം എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ഈ സമത്വം എന്ന് പറയുന്നൊരു ആശയം വലുതാണ്. ഇവിടെ സമത്വം എന്ന് പറയുന്നത് വലിയ ആശയമാണ്. ലോകത്തിൽ നമുക്ക് സമത്വം വരുത്താൻ കഴിയുന്ന ഒരേ ഒരു കാര്യം ഈ ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. വേറൊരു കാര്യത്തിന് സമത്വം വരുത്തും. 2 വ്യക്തികൾ തമ്മിൽ സമത്വപ്പെടാൻ പറ്റില്ല. ഒരാണും പെണ്ണും ഒക്കെ സമത്വം എന്നൊക്കെ നമ്മൾ പറഞ്ഞേക്കും.
രണ്ടാണ് തമ്മിൽ സമത്വമില്ല, രണ്ട് പെണ്ണ് തമ്മിൽ സമത്വമില്ല, പിന്നെ ഇങ്ങനെ ആണും പെണ്ണും തമ്മിൽ സമത്വം വരിക? അപ്പോൾ ഈ ഇക്വാലിറ്റി അല്ലെങ്കിൽ ഈ സമഭാവന എന്നൊക്കെ പറയുന്നത് ഒരു ആശയം മാത്രമാണ്. നമുക്കൊരിക്കലും രണ്ട് വ്യക്തികളെ ഒരുപോലെ നമുക്കാക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ചിന്തകൾ രണ്ടാണ്. നമ്മളിവിടെ 50 പേരുണ്ടെങ്കിൽ 50 ചിന്തകളാണ്, 50 ആരോഗ്യമാണ്, 50 തരം ജ്ഞാനമാണ്, 50 തരം സ്വഭാവത്തിൻ്റെ കോമ്പിനേഷൻസാണ് നമ്മൾ. അപ്പം നമ്മൾ ഇത്രയും ആളുകളുണ്ടെങ്കിൽ ഇത്രയും ആളുകളെ യുണീക്കാണ്, വ്യത്യസ്തരാണ്. നമ്മളെ ഒരുപോലെ ആക്കാൻ കഴിയില്ല. പക്ഷേ എൻ്റെ കയ്യിലുള്ള 100 രൂപയും നിങ്ങളുടെ കയ്യിൽ 100 രൂപയും ഒന്നാക്കാൻ നമുക്ക് കഴിയും. സ്വത്തിനെ മാത്രമേ അങ്ങനെ ആക്കാം, വെൽത്തിനെ മാത്രമേ ആക്കാം. കാരണം അത് അളക്കാൻ പറ്റുന്നതാണ്. അതാണ് എൻ്റെ പ്രത്യേകത. അളക്കാനാവുന്നതാണ്. നമ്മുടെ സ്വത്തിനെ നമുക്ക് ഈക്വലൈസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അവിടെ സമത്വം എന്നുള്ള വാക്ക് തന്നെ പ്രയോഗിക്കാൻ കാരണം നിങ്ങൾക്ക് അവർക്കും ദുർഭിക്ഷമോ സുഭിക്ഷമോ അല്ലെങ്കിൽ ഒരാൾക്കുണ്ടാകും ഒരാൾക്ക് ഇല്ലാതാകുക എന്നുള്ള അർത്ഥം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. ഈ ഒരു ആശയം വളരെ വലുതാണ്. ജനാധിപത്യ പ്രക്രിയയെ പറ്റി പഠിക്കുമ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ജനാധിപത്യം വളർന്ന രാജ്യങ്ങളിലെ പ്രത്യേകത എല്ലാവരും ഒരുപോലെ വളരുക എന്നുള്ളതാണ് അവിടുത്തെ ആ രാജ്യങ്ങളിലെ പ്രത്യേകത. എല്ലാ ജനത്തിൻ്റെയും വളർച്ച അവർക്ക് പ്രധാനമാണ്. എല്ലാവരും ഒരുപോലെ വളരാനുള്ള സാധ്യതകൾ തുറന്നിടുക. അങ്ങനെ വളരാത്ത രാജ്യങ്ങളിലെ പ്രത്യേകത എന്ന് വെച്ചാൽ ചിലർ വളരുകയും ചിലർ വളർത്താതിരിക്കുകയും ചെയ്യുന്നതാണ് പ്രത്യേകത. നമ്മൾ കേട്ടിട്ടില്ലേ, നമ്മുടെ ഒരു ആപ്തവാക്യം എങ്ങനെയാണ്? ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളവാകുള്ളൂ. കേട്ടിട്ടുണ്ടോ അങ്ങനെ? ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളവാകുള്ളൂ. ഇതാണ് നമ്മുടെ ഒരു ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത്, നമ്മുടെ ചിന്താഗതി. ഒരുത്തനെ ചീഞ്ഞില്ല, അവനെ ചീച്ചേച്ചാണ് ഞാൻ വളരാൻ നോക്കുന്നത്. മനസ്സിലായോ? ഇത് നമ്മുടെ ഒരു ചിന്താഗതിയുടെ പ്രത്യേകതയാണ്. അവൻ ചീയല, നോർമലി അവൻ വളരാൻ ശ്രമിക്കുക. പക്ഷേ എങ്ങനെയെങ്കിലും അവനെ ഞാൻ ചീയിക്കാൻ നോക്കും, കാരണം എനിക്ക് വളരണമെങ്കിൽ. പക്ഷേ ജനാധിപത്യത്തിൻ്റെ രീതികൾ അങ്ങനെയല്ല, ദൈവിക പദ്ധതിയുടെ ഭാവം അതല്ല. എല്ലാവരും ഒരുപോലെ വളരുക, ഞാനും വളരണം, നിങ്ങളും വളരണം, നമ്മൾ ഒരുമിച്ച് വളരുക എന്നുള്ളതാണ് എൻ്റെ ശരിയായ ഭാവന. അതാണ് വചനം എന്നുള്ളത്. കാരണം എന്തുകൊണ്ടാണ്? എല്ലാവരും ഒരു അപ്പൻ്റെ മക്കളാണ്. അപ്പൻ ആഗ്രഹിക്കുന്ന എല്ലാവരും വളരണമെന്നാണ്. ഈ ഒരു സമഭാവനയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ കാതലും നമ്മുടെ വിശ്വാസത്തിൻ്റെ ശ്രേഷ്ഠതയും. ഇത് മറ്റ് സമൂഹങ്ങളിൽ നമുക്ക് കാണാൻ കഴിയില്ല. ചില സമൂഹങ്ങളിൽ മനുഷ്യർ പല തട്ടിൽ തന്നെയാണ് ജനിക്കുന്നത് പോലും. ചിലയിടത്ത് ഗ്രേഡിങ് വിശ്വാസത്തിൻ്റെ ഭാഗമാണ് തന്നെ. പക്ഷേ നാം മനസ്സിലാക്കുന്ന, വചനത്തിൽ മനസ്സിലാക്കുന്ന അങ്ങനെയല്ല. എല്ലാവരും ഒരപ്പത്തിൻ്റെ അംശികൾ, എല്ലാം ഒരേ മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കൾ. സോ ഇത്തരത്തിലുള്ള ആഴമേറിയ ഒരു മാനവിക ബോധമാണ് ഈ വചനം നമ്മൾക്ക് തരുന്നത്. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, ഇവിടെ നിങ്ങളാരും കുറഞ്ഞു പോവുക, ഒരാൾ കൂടുകയല്ല, എല്ലാവരും സമഭാവനയിൽ വളരുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തിയോളജിക്കൽ വേദശാസ്ത്രപരമായ സപ്പോർട്ടാണ് നമ്മൾ വായിച്ച വാക്യത്തിൽ കിടക്കുന്നത്. ആ കാര്യം അദ്ദേഹത്തിന് ദൈവവചനത്തിൽ അധിഷ്ഠിതമായി അല്ലെങ്കിൽ കർത്താവിൻ്റെ പശ്ചാത്തലത്തിൽ കർത്താവിൻ്റെ വചനത്തിൽ അധിഷ്ഠിതമായി തെളിയിക്കാനായിട്ട് അദ്ദേഹം ഉപയോഗിക്കുന്ന ആ വാക്കാണ് നമ്മൾ വായിച്ചത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നനാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. നമുക്കൊരു 2-3 കാര്യങ്ങൾ ലെസൺസ് ഇതിനകത്ത് പറഞ്ഞ് ഞാൻ ഈ വചനം ഇവിടെ അവസാനിപ്പിക്കാം. ഒരു 3 കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഈ കാര്യത്തെ സംബന്ധിച്ച്. ഒന്നാമത്തെ കാര്യം, ഇതിൻ്റെ ഒരു പർപ്പസ് ഉണ്ട്. അതെന്താണെന്നറിയാമോ? അത് ഇറ്റ്സ് എൻ എക്സ്ചേഞ്ച് ഓഫ് സ്റ്റാറ്റസ്. അത് എന്താണ്? നമ്മുടെ സ്ഥിതിയുടെ അല്ലെങ്കിൽ നിലവാരത്തിൻ്റെ പങ്കുവെക്കൽ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യല, കൈമാറ്റം ചെയ്യുകയാണ്. നിലവാരത്തിൻ്റെ അല്ലെങ്കിൽ സ്റ്റാറ്റസിൻ്റെ ഒരു കൈമാറ്റമാണ് കർത്താവ് ഇവിടെ ചെയ്യുന്നത്. എന്താ ചെയ്യുന്നത്? കർത്താവ് ആയി തീർന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അവൻ മറ്റെന്തോ ആയിരുന്നു. അവൻ പൂവറായി തീർന്നു എന്നതിൻ്റെ അർത്ഥം അവൻ റിച്ച് ആയിരുന്നു, അല്ലേ? അവൻ റിച്ച് ആയിരുന്നോ? ആയിരുന്നു. കർത്താവ് ധനവാനായിരുന്നു. അതിലെ നമ്മളിങ്ങനെയല്ലേ വായിക്കുന്നത്? ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും, അവൻ സമ്പന്നനായിരുന്നു എന്നിട്ടും ആ വാക്കുകൾക്ക് ഭയങ്കര ആഴമേറിയ അർത്ഥമുണ്ട്. സമ്പന്നനായിരുന്നു. എങ്ങനെയാണ് അവൻ സമ്പന്നനായിരുന്നത്? കൊലോസ്യ ലേഖനം 1:16 നമ്മളിങ്ങനെ വായിക്കുന്നു, എവറിത്തിങ് വാസ് ക്രിയേറ്റഡ് ത്രൂ ഹിം ആൻഡ് ഫോർ ഹിം. എല്ലാം അവൻ നിമിത്തവും അവൻ മുഖാന്തരവും അവനായിട്ടും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, അല്ലേ? എല്ലാം സൃഷ്ടിക്കപ്പെട്ടതിൻ്റെ കാരണം ആരാണ്? അവനാണ്. ക്രിസ്തു മുഖാന്തരമാണ് സകലവും സൃഷ്ടിക്കപ്പെട്ടത്. അത് അവനായിട്ട് സൃഷ്ടിക്കപ്പെട്ടതാണ്.
നാം ഈ കാണുന്ന സകലത്തിൻ്റെയും ഉടയവൻ അവനാണ്, സകലത്തിൻ്റെയും അധികാരി അവനാണ്, അതിൻ്റെ കാരണവും അവനാണ്. ഇപ്പൊ ക്രിസ്തുവിൻ്റെ ആ സമ്പത്തിൻ്റെ ആഴം ഒന്ന് ഓർത്ത് നോക്കി. അവൻ എത്രത്തോളം ആഴമേറിയ സമ്പത്തിൻ്റെ ഉടമയാണ്. നമ്മൾ ഭൗതിക തലത്തിൽ ചിന്തിച്ചാൽ ഈ സകലത്തിനെ നിയന്ത്രിക്കുവാനായിട്ട് അവന് കഴിയും. അതുകൊണ്ടല്ലേ കടലിനോട് നിൽക്കാൻ പറഞ്ഞപ്പോൾ നിന്ന് ആണോ? കടലിനോട് ശാന്തമാകാൻ പറഞ്ഞപ്പോൾ അത് എന്തുകൊണ്ട് ശാന്തമായി? അവൻ അധികാരിയാണ് അല്ലേ? അവൻ്റെ നാമത്തിൽ പറഞ്ഞിട്ട് നിന്നിട്ടില്ലേ? നിന്നിട്ടുണ്ട്. പ്രകൃതിക്ക് അവൻ പറയുന്നതിന് അപ്പുറത്തേക്ക് പോകാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് യോശുവയൊക്കെ സൂര്യ നിൽക്കാൻ പറഞ്ഞപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ്. ഈ അധികാരമാണ്. ഇതിൻ്റെ എല്ലാം ഉടമയാണവൻ, ഇതിൻ്റെ എല്ലാം അധികാരിയാണവൻ. ഈ കാണുന്ന സകലത്തിൻ്റെയും സകല സൃഷ്ടിയുടെയും കാരണഭൂതനും ഇതിൻ്റെ എല്ലാം അടിസ്ഥാനവും ഇതിൻ്റെ എല്ലാം അധികാരമുള്ളവനാണ് കർത്താവായ യേശു ക്രിസ്തു. അപ്പോൾ അവനെ നമ്മൾ കേവലം മനുഷ്യനെ കാണുന്നിടത്ത് നമുക്ക് തെറ്റിപ്പോകും. സകലത്തെ ഉണ്ടാക്കിയവനായ ദൈവം, സകലത്തിനെയും കാരണമായവൻ, അവനെ അങ്ങനെ തിരിച്ചറിയാൻ കഴിയാൻ അവൻ അത്രമാത്രം റിച്ചായിരുന്നു, അവൻ അത്രത്തോളം അധികാരമുള്ളവനായിരുന്നു. മാത്രമല്ല യോഹന്നാന്റെ സുവിശേഷം നമ്മളിങ്ങനെ വായിക്കുന്നു, 1:1 വായിക്കുന്നത് എങ്ങനെയാണ്? ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആരാണ്? അവൻ ദൈവമാണ് അല്ലേ? സകലത്തിൻ്റെ സൃഷ്ടാവാണ്. അവൻ പറയുന്നതിനപ്പുറത്തേക്ക് ഒന്നും നടക്കാൻ പറ്റില്ല. അത്രത്തോളം അധികാരമുള്ള ആ കർത്താവ് അവൻ എന്താ ചെയ്യുന്നറിയാവോ? അവനോട് എക്സ്ചേഞ്ച് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? നമ്മളെ സമ്പന്നരാക്കാൻ അവൻ ദരിദ്രനാവുന്നു. ഉണ്ടോ? എൻ്റെ കയ്യിലുള്ള ആകെ 1,00,000 രൂപയുണ്ട്, അതൊന്നുമില്ലാത്ത ഒരാളുടെ കയ്യിലേക്ക് ഞാൻ കൊടുക്കാമെന്ന് വിചാരിക്കട്ടെ. എന്താ സംഭവിക്കുന്നത്? അയാൾ 1,00,000 ഉടമയാവുന്നു, ഞാൻ ഒന്നുമില്ലാത്തവനാവുന്നു. ഇതാണ് എക്സ്ചേഞ്ച് നടക്കുന്നത്. ഇതല്ലേ സംഭവിച്ചത്? നമുക്ക് വേണ്ടി കർത്താവ് എന്താ ചെയ്യുന്നത്? ഇതിൻ്റെ എല്ലാം ആധിപത്യത്തിലേക്ക് തിരികെ കൊണ്ടുവരാനാ. എന്താ അതിൻ്റെ ആവശ്യം? എന്താ? ഇതെല്ലാം ഒരിക്കൽ നിയന്ത്രണത്തിലായിരുന്ന കാലഘട്ടം മനുഷ്യനുണ്ടായിരുന്നു. എവിടെ? ഏദൻ തോട്ടത്തിൽ. ഇതിനെല്ലാം വാഴുവാനായിട്ട് ഏൽപ്പിച്ചതാണ്, ഭൂമിയെ വാഴാൻ ഏൽപ്പിച്ചതാണ്. എന്തു പറ്റി? പാപം ചെയ്തു, അനുസരണക്കേട് കാണിച്ചു. ദൈവിക നന്മകളിൽ നമ്മൾ പുറത്തു പോകുന്നതിനൊരു കാരണം ഇതൊക്കെ തന്നെയാണ്. കർത്താവ് ഏൽപ്പിച്ച കാര്യങ്ങൾ നമുക്ക് ചെയ്യാനാവാതെ വരുമ്പോൾ, അതിനകത്ത് വിശ്വസനാകാതെ ആയിത്തീരുമ്പോൾ, നാം നമ്മുടെ വഴിക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുമ്പോൾ, നമ്മുടെ കണ്ണിൻ്റെയും ജഡത്തിൻ്റെയും മോഹങ്ങൾക്ക് കീഴ്പ്പെട്ടു പോകുമ്പോൾ ദൈവിക നന്മകൾ നമ്മൾ പറിച്ചു മാറ്റപ്പെടും, പുറത്തേക്ക് പുറന്തള്ളപ്പെടും. ഇതാണ് മനുഷ്യന് സംഭവിച്ചത്. അധികാരമില്ലാഞ്ഞിട്ടല്ല, അതിനെ ഏൽപ്പിച്ചു തരുന്നില്ല നോക്കി നടത്താൻ. പക്ഷെ മനുഷ്യന് പലപ്പോഴും സംഭവിക്കുന്നത്, ഇന്നും എനിക്കും നിങ്ങൾക്ക് സംഭവിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. നമ്മളുടെ കയ്യിൽ ഏൽപ്പിച്ച കാര്യത്തിൽ ഉത്തരവാദിത്വമില്ലാതെ വരുമ്പോൾ, അതിൻ്റെ ആ സീരിയസ്നെസ് മനസ്സിലാക്കാതെ വരുമ്പോൾ, നാം നമ്മുടെ നന്മകളിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു പോവും, ദൈവദത്തമായ അനുഗ്രഹങ്ങൾ പുറന്തള്ളപ്പെട്ടു പോവും. ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളതിനെ ഉത്തരവാദിത്തത്തോടെ ദൈവോന്മുഖമായി കൈകാര്യം ചെയ്യാനുള്ള വലിയ ഉത്തരവാദിത്തമുള്ള മനുഷ്യരാണ് നമ്മൾ. ഇത് നമ്മളെ കയ്യിൽ പലപ്പോഴും കൈമോശം വന്നു പോവും. അതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ, പലപ്പോഴും നമ്മൾ അറിയുന്നില്ല എത്ര വലിയ ഉത്തരവാദിത്തം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതെന്ന്. ഇതൊക്കെ നാച്ചുറലി വന്നു ചേരുന്നു നമ്മുടെ വിചാരം. അല്ല, അങ്ങനെ വരുന്നതല്ല. ദൈവം നമ്മളൊരു പർപ്പസ് കണ്ടിട്ടുണ്ട്. നമ്മളെ കയ്യിൽ ഓരോ രൂപയ്ക്കും ദൈവത്തിന് കണക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ആ വാക്യം മറന്നുപോയി. ഇങ്ങനെ അത്യല്പത്തിൽ വിശ്വസ്തനായാൻ അധികാരത്തിന് വിചാരനാക്കും. ആ വാക്കിൻ്റെ അർത്ഥം ഭയങ്കരമാണ്. അത്യല്പം, അല്പത്തിൽ എന്നുള്ളതല്ല, അത്യല്പത്തിൽ. പലപ്പോഴും നമുക്കിതൊന്നും മനസ്സിലാവാറില്ല. ഏറ്റവും ചെറിയ കാര്യങ്ങൾ വിശ്വസ്തനാകാനാണ് നമ്മൾ ശ്രദ്ധിക്കാത്തത്. നമ്മൾ വലിയ കാര്യങ്ങൾ കിട്ടിയിട്ട് അതിൽ വിശ്വസ്തനാകാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ് അല്ലേ? എന്നെ വലിയൊരു ശുശ്രൂഷ ഏൽപ്പിച്ചാൽ, വലിയൊരു സഭ ഏൽപ്പിച്ചാൽ, വലിയൊരു മിനിസ്ട്രി ഏൽപ്പിച്ചാൽ ഞാൻ ചെയ്തോളാം എന്നുള്ള രീതിയിലാണ് ഞാനൊക്കെ നിൽക്കുന്നത്. കർത്താവ് അങ്ങനെയല്ല. അത്യല്പത്തിൽ ഏറ്റവും ചെറുതിനകത്ത് നിനക്ക് വിശ്വസ്തനാകാൻ കഴിയുമെങ്കിൽ അതിനെ വലുത് ഏൽപ്പിക്കത്തുള്ളൂ. പണത്തിൻ്റെ കാര്യത്തിലും സ്വത്തിൻ്റെ കാര്യത്തിലും എല്ലാ കാര്യത്തിലും വെൽത്തിൻ്റെ കാര്യത്തിലും കർത്താവ് ഇഷ്ടപ്പെടുന്ന പരിപാടിയാണ്. പലപ്പോഴും നമ്മൾ ഓർക്കും നമുക്കെന്തുകൊണ്ട് ഒരു മുന്നേറ്റം ഉണ്ടാകുന്നില്ല. കാരണം ഇത്രയേ ഉള്ളൂ, ദൈവം തരാഞ്ഞിട്ടല്ല, അതിനകത്ത് വിശ്വസ്തമായി വ്യാപാരം ചെയ്ത് നമ്മൾ തോറ്റുപോകുന്നത്. അതാണ് എൻ്റെ കാരണം. ദൈവത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്രം പലപ്പോഴും നമുക്ക് അറിഞ്ഞുകൂടാ, ദൈവം പ്രതീക്ഷിക്കുന്നതാണ് നമുക്ക് പലപ്പോഴും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ ഇത് ഫലപ്രദമായി വളരുന്നില്ല എന്നുള്ള ഒരു അപകടം. അവൻ എത്രത്തോളം ചെറുതായി നിങ്ങൾക്ക് അറിയാമോ? അവൻ എത്രത്തോളം
ദരിദ്രനായെന്നറിയാമോ? ലൂക്കോസിന് ശേഷം 9:58 പറയുന്നതാണ് കുറുനരികൾക്ക്, അല്ലേ? ഒന്ന് വായിക്കാമോ? ലൂക്കോസ് 9:58. മതി മതി മതി. ഉണ്ടോ? കുറുനരികൾക്ക് കുഴിയുണ്ട്, ആകാശത്തിലെ പറവജാതി കൂടുമുണ്ട്, മനുഷ്യപുത്രന് തലയായ്പാൻ സ്ഥലമില്ല. അല്ലേ? അതാണ് കർത്താവ് ദരിദ്രനായി തീർന്നതിൻ്റെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റ്. തലയായ്ക്കാൻ പോലും ഇടമില്ല. സാധാരണ മൃഗങ്ങൾക്കും പക്ഷികൾക്കും വരെ ഇടമുണ്ട്. പക്ഷേ ഇവന് തലചായ്ക്കിനിടയില്ലാത്ത വിധത്തിലേക്ക് അത്രയും താഴേക്ക് ഇറങ്ങി വരുന്ന ഒരു കർത്താവിനെ കാണാം. ഇത് ഒത്തിരി ഫേമസ് ആയൊരു പ്രയോഗം. അത് ഒത്തിരി ഫേമസായ, വളരെ പ്രശസ്തമായ പ്രയോഗം. അത് മനുഷ്യാശിയിൽ ക്രിസ്ത്യാനി അല്ലാത്തവരും തിരിച്ചറിയുന്ന ഒരു പ്രയോഗം. അത് എന്താണെന്നറിയാമോ? അവൻ അത്രത്തോളം മനുഷ്യന് വേണ്ടി താഴെ ഇറങ്ങി, അത്രത്തോളം നമുക്ക് വേണ്ടി താഴേക്ക് ഇറങ്ങി വന്നു. എന്തിനു വേണ്ടി? നമ്മളെ സമ്പന്നരാക്കാൻ, നമ്മുടെ ബുട്ടുകൾ മാറ്റാൻ, നമ്മുടെ പരിമിതികൾ തീർക്കാൻ, നമ്മുടെ ഇല്ലായ്മകളെ പരിഹരിക്കുവാൻ. എന്ത് ചെയ്തു? അവൻ ഇത്രയും താഴേക്ക് ഇറങ്ങി വന്നു. ഒരു പക്ഷേ നമ്മളിൽ ഏറ്റവും എളിയവൻ്റെ പോലെ തന്നെ അവൻ ഇറങ്ങി വന്നു എന്നുള്ളതാണ് അവൻ്റെ പ്രത്യേകത. അതാണ് കർത്താവ് നമുക്ക് വേണ്ടി എന്താണ് പൂവറായി അല്ലെങ്കിൽ താഴേക്ക് ഇറങ്ങി വന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അതൊരു എക്സ്ചേഞ്ച് ഓഫ് സ്റ്റാറ്റസാണ്. എന്നെ വളർത്തുവാൻ, എന്നെ ഉയർത്തുവാനായിട്ട് അവൻ ദരിദ്രനായി തീർന്നു. ഇന്ന് പൽക്കാലം ഞാൻ നിങ്ങളോട് അത് മനസ്സിലാക്കാൻ ആവശ്യപ്പെടുക. നമ്മുടെ ജീവിതത്തിലെ പരിമിതികളെ മാറ്റാൻ വേണ്ടിയിട്ടാണ് കർത്താവ് പരിമിതിയുള്ളവനായി മാറിയേ. നമ്മുടെ ഇല്ലായ്മകളെ, ശൂന്യതകളെ നീക്കുവാനായിട്ടാണ് അവൻ അത് അത്രത്തോളം ഇറങ്ങി വന്നത്. ആ ഒരു യാഥാർത്ഥ്യം നിൽക്കുമ്പോൾ നമുക്ക് വിലപിക്കേണ്ട കാര്യമില്ല. സത്യത്തിൽ ആ യാഥാർത്ഥ്യം അറിഞ്ഞാൽ, അതിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ പരിമിതികൾക്കപ്പുറത്തേക്ക് പോകാൻ നമുക്ക് കഴിയും. രണ്ടാമത്തെ കാര്യം, ഇതൊരു സ്വമേധയായുള്ള പ്രവൃത്തി, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റിയുടെ ആക്ടാന്ന് ഞാൻ വിളിക്കാൻ. ആക്ട് ഓഫ് റെസ്പോൺസിബിലിറ്റി എന്ന് ഞാൻ വിളിക്കും. ഈ ബിക്കമിങ്ങിൽ, പൂവറായി തീരുക എന്ന് പറയുന്നൊരു റെസ്പോൺസിബിലിറ്റിയുടെ ആക്ട് എന്ന് ഞാൻ വിളിക്കും. അതൊരു വോളണ്ടറി ആയിട്ടുള്ള ആക്റ്റാണ്. ഒരു സ്വമേധയാ ചെയ്യുന്ന. ആയി തീർന്നു എന്നാണ് നാം വായിക്കുന്നത്. അവനെ ആരെങ്കിലും പാവപ്പെട്ടവനാക്കി എന്ന് നമ്മൾ വായിക്കുന്നില്ല. അത് ലോകത്തിൻ്റെ സ്വഭാവമാണ്. മറ്റൊരുന്ന് അവനെ കവർന്നെടുക്കുക, അവൻ്റെ ഇരുന്ന് പിടിച്ചു മേടിക്കുക, തന്ത്രപരമായി അവൻ്റെ ലൂട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ലോകത്തിൻ്റെ സ്വഭാവമാണ്. അത് മനുഷ്യനിലുണ്ട് ആ കാര്യം. ഒന്നല്ലെങ്കിൽ മറ്റു രൂപത്തിൽ അതിങ്ങനെ നമ്മളുടെ ഇടയിലുണ്ട്. എങ്ങനെയെങ്കിലുമൊക്കെ മറ്റൊരു തരത്തിൽ പോക്കറ്റിൽ കിടന്ന് പൈസ നമ്മുടേതാക്കുക എന്നുള്ളൊരു ശ്രമം എപ്പോഴും നമ്മുടെ ഭാഗത്തുണ്ടായിക്കൊണ്ടിരിക്കും. അത് മനുഷ്യ സഹജമാണ്. പക്ഷേ കർത്താവ് അങ്ങനെയല്ല ചെയ്യുന്നത്. ഹി ബിക്കെയിം പൂവർ. അവൻ ദരിദ്രനായി തീർന്നു. സ്വമേധയ അവൻ തന്നെ തീരുമാനമെടുക്കുക. അവന് മനുഷ്യനുള്ള റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമാണ്. അവൻ്റെ സൃഷ്ടിയോടുള്ള അവൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമാണ് അവൻ തന്നെ കൊടുക്കുക എന്ന് പറയുന്നത്. ഈ ഒരു യാഥാർത്ഥ്യം പലപ്പോഴും നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് നമ്മുടേതല്ലാത്ത തരത്തിൽ എത്ര റെസ്പോൺസിബിൾ, അത്രയും താഴേക്ക് ഇറങ്ങിച്ചില്ല എന്ന് പറയുന്നത് റിസ്കി എലമെൻ്റാണ്. ഏറ്റവും പ്രയാസമേറിയതാണ്. നമുക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാനും, നമ്മളെ തന്നെ എത്ര റെസ്പോൺസിബിലിറ്റി ചിന്തയുണ്ടെങ്കിലും ഒരു പരിധി വിട്ട് താഴേക്ക് ഇറങ്ങാൻ നമ്മൾ ആരും തയ്യാറല്ല. നമുക്ക് കഴിയത്തില്ല. നമുക്കതിന് സാധിക്കാൻ ബുദ്ധിമുട്ടാണ്. അതിന് നമുക്ക് ആദ്യം വേണ്ടി വരുന്നത് നമ്മുടെ സെൽഫിഷായ ചിന്തകളെയാണ് നമുക്കതിനകത്ത് ജയിക്കേണ്ടി വരിക. എനിക്ക് എൻ്റെ സാധ്യതകളെ, എൻ്റെ നിലവിലുണ്ടാക്കിയെടുത്തിട്ടുള്ള പദവിയിൽ നിന്ന് മാറണ എൻ്റെ സെൽഫിഷ്നെസ്, എൻ്റെ സ്വാർത്ഥനായ മനുഷ്യനെ കൊല്ലേണ്ടി വരും. എനിക്ക് ആഴമേറിയ സ്നേഹം വേണ്ടി വരും. ആഴമേറിയ സ്നേഹം ഉണ്ടെങ്കിലേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി നമ്മൾ കുറച്ച് ഇറങ്ങി ചെല്ലുമായിരിക്കും. ദേഹത്ത് ചെളി പറ്റിക്കാൻ നമ്മൾ തയ്യാറാവും. അല്ലെങ്കിൽ നമ്മൾ മാറി നിന്നുകൊണ്ട് സിമ്പതൈസ് ചെയ്യാൻ നമ്മൾ തയ്യാറാവും. അങ്ങനെ ചെയ്യത്തുള്ളൂ. സിമ്പതി, എമ്പതി എന്ന് രണ്ട് വാക്കുകളുള്ളത്. സിമ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് സംഭവിച്ചോ, സാരമില്ല, ദൈവം പരിഹരിച്ചോളും, നമുക്ക് പ്രാർത്ഥിക്കാം, ഇതൊക്കെ പറയുന്നത് സിമ്പതിയുടെ വാക്കുകളാണ്. പക്ഷെ എമ്പതി എന്ന് പറയുന്നതല്ല, എൻ്ററിങ് ഇൻ ദി ഫ്രെയിം വർക്ക് ഓഫ് ദാറ്റ് പേഴ്സൺ എന്ന് പറയുന്നത്. ആ വ്യക്തിയുടെ മാനസിക തലത്തിന് അവൻ്റെ ഫീലിങ്ങിൻ്റെ ഒപ്പം എത്തിച്ചേരാൻ ശ്രമിക്കുന്ന പ്രക്രിയയാണ് എമ്പതി എന്ന് പറയുന്നത്.
ഒരു ഞരങ്ങുന്ന മനുഷ്യൻ്റെ വേദനയോടൊപ്പം നമ്മൾ ചെല്ലാനായിട്ട് ശ്രമിക്കുന്ന ആ ശ്രമത്തെയാണ്, അത് അവൻ്റെ ഫീലിങ്ങിനോടൊപ്പം തന്നെ ഫീൽ ചെയ്യുന്ന പ്രക്രിയയാണ് എമ്പതി എന്ന് പറയുന്നത്. ഇന്നത്തെ ലോകത്ത് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് നിങ്ങൾ വായിക്കുമ്പോഴല്ലേ ഈ വാക്ക് നിങ്ങൾ കാണാൻ സാധിക്കും. എമ്പതറ്റിക് ആകുക എന്ന് പറയുന്ന ഒരു ആവശ്യത്തിൽ മനുഷ്യ സമൂഹം എത്തിക്കഴിഞ്ഞു. എന്നറിയുമോ, എല്ലാവരും തകർക്കപ്പെടുകയാണ്, എല്ലാവരും ഡിസ്ട്രസ്ഡാണ്, എല്ലാവരും പ്രശ്നങ്ങൾ കടന്നു പോവുകയാണ്. മനുഷ്യൻ അവൻ്റെ ബാലൻസിങ് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ട് എമ്പതറ്റിക് ആകുക എന്നുള്ളത് വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ കാലത്ത്. അതുകൊണ്ട് യേശു ഇവിടെ ചെയ്യുന്നത് ആ എമ്പത്തറ്റിക് ലവിലേക്ക് യേശു മാറുകയാണ് ചെയ്യുന്നത്. നമുക്ക് ആഴമേറിയ റെസ്പോൺസിബിലിറ്റി ബോധമുണ്ടെങ്കിലേ നമുക്ക് തന്നെ ഇറങ്ങി ചെയ്യേണ്ടത്. എല്ലാ ടീച്ചേഴ്സും ഒരുപോലെയല്ല പെരുമാറുന്നത്. എല്ലാ ടീച്ചേഴ്സിനെ ചിലർ കുട്ടികൾ ഇഷ്ടപ്പെടും. എന്താണെന്ന് അറിയുമോ, അവർ കൂടുതൽ ടീച്ചർമാരാവും. ഞാൻ കഴിഞ്ഞ ദിവസം അതിനെപ്പറ്റി ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു അതിനെപ്പറ്റി. ഇന്നുള്ള അധിക ടീച്ചേഴ്സിനകത്ത് ടീച്ചേഴ്സ് അല്ല ബേസിക്കലി അവരൊരു ജോലിക്ക് വേണ്ടി നല്ലൊരു സ്റ്റാറ്റസിന് വേണ്ടി എടുക്കുന്ന ഒരു തൊഴിലത്. അതുകൊണ്ട് തന്നെ അവർക്ക് ടീച്ചറാവാൻ കഴിയില്ല. അവർക്കൊരു പ്രൊഫഷണലാവാനോ ഒരു തൊഴിലാളിയാകാനൊക്കെ പറ്റത്തുള്ളൂ. ടീച്ചറാകുക എന്ന് പറയുന്നത് ആഴമേറിയ റെസ്പോൺസിബിലിറ്റി ബോധമാണ്, ആഴമേറിയ ദർശനമാണ്. എന്ന് പറയുന്ന പോലെ കർത്താവ് ഇവിടെ എടുക്കുന്നത് സ്വയമായി തീരുമാനം എടുക്കുക. അവൻ തന്നെ വിട്ടുകൊടുക്കുക. അവൻ്റെ സെൽഫിഷ്നെസ് മാറ്റിവെക്കുക. അവൻ തന്നെ നമുക്ക് വേണ്ടി നൽകുക. ഫിലിപ്പിയ ലേഖനത്തിൽ 2-ാം അധ്യായം 4-9 നമ്മൾ വായിക്കുന്നത് എന്താണെന്നറിയാമോ? He emptied himself. ഫിലിപ്പിയ ലേഖനം 2:4-9 വരെ അതൊന്ന് വായിച്ചാൽ നല്ലതായിരിക്കും. അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് വേണ്ടി കർത്താവ് എന്തായി തീർന്നു എന്നുള്ളത് നമുക്ക് നന്നായി അറിഞ്ഞിരിക്കണം. ഫിലിപ്പിയ ലേഖനം 2 ആമേൻ. എത്ര മനോഹരമായ വാക്യങ്ങളല്ലേ! നിങ്ങളൊന്ന് വായിച്ചു നോക്കി. അതിങ്ങനെ പിന്നെ 10-ാമത്തെ വാക്യം അതുപോലെ തന്നെ മനോഹരമാണ്. അങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനെ ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. നോക്കിക്കേ, ക്രിസ്തു ചെയ്ത ആ പ്രക്രിയ എങ്ങനെയാണെന്നറിയാമോ? അവൻ തന്നെത്താനെ താഴ്ത്തുകയാണ്, മനുഷ്യനായി തീരുകയാണ്, മനുഷ്യനായി വിളങ്ങിയെന്ന് വായിക്കുന്നു. എപ്പോഴാണ്? അവൻ ദൈവത്തോടുള്ള സമത്വം. ഹല്ലേലൂയ, അല്ലേ? ദൈവത്തോടുള്ള സമത്വത്തെയാണ് അവൻ വിടുന്നത്. ഇതാണ് ക്രിസ്തീയതയുടെ ഏറ്റവും പരമപ്രധാനമായ കാതലായ ചിന്ത എന്ന് പറയുന്നത്. ഈ ഒരു ചിന്ത ഉൾക്കൊണ്ടവരാണ് മിഷണറിമാരായിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയത്. അവരുടെ സാധ്യതകളെ വെടിഞ്ഞിട്ട് ഞരക്കത്തിൽ ഇന്ത്യയിലൊക്കെ എത്ര മിഷണന്മാർ വന്നിട്ടുണ്ട്. എത്ര പേര് അവരുടെ സാധ്യതകൾ വിട്ടുകളഞ്ഞ് ഇവിടെ വന്ന് അവരാൽ കഴിയുന്ന പ്രവൃത്തി ചെയ്ത് ഇവിടെ തന്നെ ഒതുങ്ങിപ്പോയവരുണ്ട്. ഞങ്ങൾ പഠിച്ചു വരുമ്പോൾ, ചരിത്രം പഠിക്കുമ്പോൾ, ഇന്ത്യയിൽ വന്ന ഒരു മിഷണറി ഉണ്ട്, ബർത്തലോമേ സിഗൻബാഗ് എന്ന് പറയുന്നത്. തമിഴ്നാട്ടിലാണ് അദ്ദേഹം വരുന്നത്. വെറും 30കളുടെ തുടക്കത്തിൽ അദ്ദേഹം വരുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ? ആ കാലത്തെ ഏറ്റവും പ്രശസ്തമായ യൂണിവേഴ്സിറ്റിയാണ് യേൽ യൂണിവേഴ്സിറ്റി. അവിടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു. അന്നത്തെ ജർമ്മനിയിലേക്ക് ഏറ്റവും ഉയർന്ന സാധ്യതകളിലേക്ക് പോകാൻ കഴിവുള്ള സാധ്യതയുള്ളവർ, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന ഘട്ടമായിരുന്ന കാലഘട്ടം. ഈ മനുഷ്യനൂടെ ഇവിടെ വന്ന് മരിച്ചു ചെറുപ്രായത്തിൽ, തമിഴ്നാട്ടിൽ വന്ന്. ഈ മിഷൻ എന്നൊക്കെ ഇന്ന് ആൾക്കാർ ഒത്തിരി പറയും. ആത്മാക്കൾക്ക് വേണ്ടി സേവ ചെയ്യാൻ, ആത്മാക്കൾ നേടാൻ എന്നൊക്കെ പറയുന്ന വാക്കുകളുടെ പ്രയോഗമുണ്ട്. അതത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം അതിൻ്റെ
വളരെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രക്രിയ വളരെ വേദനാജനകമാണ്. തന്നെ കൊടുക്കലാണ്. ഞാൻ ഇന്നും വടക്കേന്ത്യയിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ ഞാൻ കണ്ടൊരു കാര്യം, മിക്ക ഇടങ്ങളിലും ഇപ്പോഴും ചർച്ചുകളുണ്ട്, സഭകൾ സ്ഥാപിക്കപ്പെട്ടതുണ്ട്, മിഷണന്മാരുടെ കാലത്ത് സ്ഥാപിക്കപ്പെട്ട ക്രിസ്തീയ സമൂഹങ്ങളുണ്ട്. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്, ഈ ക്രിസ്തീയ സമൂഹങ്ങളിൽ, ഈ ഡെഡായി കിടക്കുന്ന സമൂഹങ്ങളെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചാൽ തന്നെ ഇന്ത്യൻ ക്രിസ്ത്യാനിറ്റിക്ക് എന്തുമാത്രം വളർച്ച ഉണ്ടാകും ഞാൻ ഓർത്തിട്ടുണ്ട്. ഇതൊന്ന് കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഓർത്തിട്ടുണ്ട്. എവിടെയൊക്കെയോ ചെറിയ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും എല്ലാം അന്ന് പണിത പള്ളികൾ, ഒരു കുടുംബം അത് നോക്കാൻ വേണ്ടി മാത്രം, അങ്ങനെയൊക്കെ ഇരിക്കുന്ന എത്ര ഇടങ്ങളുണ്ടെന്നറിയാമോ? ഏറ്റവും കണ്ണായ സ്ഥലങ്ങളിൽ എനിക്കറിയാവുന്നൊരു സ്ഥലമുണ്ട്, അവിടുത്തെ നല്ലൊരു ഹില്ലേരിയ, മൂന്നാർ പോലത്തെ. അവിടെ ഒരു നല്ല ടൗണിൻ്റെ നടുക്ക് തന്നെ നല്ലൊരു പള്ളിയുണ്ട്. അതിനോട് ചേർന്ന് ഒരു കുടുംബം, ആ കുടുംബം മാത്രമേ അവിടെ വരുന്നുള്ളൂ, അവർ മാത്രമേ നോക്കൂ, വിശേഷ ദിവസങ്ങൾ മാത്രമേ തുറക്കും. അങ്ങനെ എത്ര ഇടങ്ങളിൽ, എത്ര കൂട്ടായ്മകൾ, എത്ര ഇടങ്ങൾ, എത്ര സ്ഥലങ്ങൾ. ഇതൊന്നും എടുക്കാനോ ഇതൊന്നും സംഘടിപ്പിക്കാനോ ഇവരെയൊന്നും പുനർജീവിപ്പിക്കാനോ നമുക്ക് സംവിധാനങ്ങളില്ലാതായിപ്പോയി. ഇതൊക്കെ ഓരോരുത്തർ അവരുടെ ജീവിതങ്ങളെ കൊടുത്ത്, മിഷണന്മാർ അവരെ തന്നെ അവരുടെ ജീവിതത്തെ ത്യാഗമായി തരുന്നത്. എത്ര മിഷണന്മാരുടെ ശവകുടീരങ്ങൾ ഇന്ത്യയിലുണ്ടെന്നറിയാമോ? ഇന്നും കേരളത്തിൽ നിന്നും തമിഴ്നാട് നിന്നും വടക്കേ സൗത്ത് ഇന്ത്യയിൽ നിന്ന് എത്ര പേര് അവരുടെ ജീവിതത്തെ കൊടുക്കുന്നുണ്ടെന്നറിയാമോ? ഇത് ചെറിയ കാര്യമല്ല ദൈവമക്കളെ. നമ്മളെ തന്നെ വിട്ടിട്ട് താഴേക്ക് ഇറങ്ങിച്ചെന്ന് ഹല്ലേലൂയ നമ്മുടെ സാധ്യതകളെ നമുക്ക് ഏറ്റവും സേഫ്റ്റി ആയിട്ടുള്ള മേഖലകളെ വിട്ടിട്ട് കർത്താവിന് വേണ്ടി ഇന്ന് ഇറങ്ങിച്ചെല്ലുക എന്ന് പറഞ്ഞാൽ ചെറിയ പരിപാടിയല്ല. അതിൻ്റെ ചെറിയ അംശങ്ങളിലൂടെ ഞങ്ങളും കടന്നു പോയിട്ടുണ്ട്. ഞങ്ങൾ ഒരു ക്യാമ്പസിലൊക്കെയാണ് ജീവിച്ചത്, അതുകൊണ്ട് വലിയ പ്രതിസന്ധി നേരിട്ടെന്ന് പറയാനൊന്നും പറ്റാനൊന്നുമില്ല. പക്ഷേ നമുക്ക് ആദ്യം നമ്മുടെ നാവിൻ്റെ രുചി കളയേണ്ടി വരും, നമ്മൾ സംസാരിക്കുന്ന ഭാഷയെ മറക്കേണ്ടി വരും, നമ്മൾ ശീലിച്ചു വന്ന ശീലങ്ങളെ വിടേണ്ടി വരും, നമുക്ക് ഉള്ള സൗകര്യങ്ങളെല്ലാം കളയേണ്ടി വരും. ഗ്രാമങ്ങളിൽ പോയി താമസിക്കുമ്പോഴൊക്കെ നമുക്ക് എത്രമാത്രം കാര്യങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ ഓർത്തിട്ടുണ്ട്, കർത്താവേ, സ്ഥിരമായി ഇവിടെ താമസിക്കുന്നവർക്ക് എത്രമാത്രം ത്യാഗങ്ങൾ വേണ്ടി വരുന്നു. നമ്മളെ എംപ്റ്റി ആക്കുക എന്ന് പറയുന്നൊരു പ്രക്രിയയുണ്ട്. നമ്മളെ നിറയ്ക്കുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ ജീവിതത്തിലുള്ള നമ്മൾ നേടുന്ന കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ ഫില്ലായി ഇങ്ങനെ നിൽക്കുന്നത്. അതങ്ങ് എടുത്തു കളഞ്ഞാൽ നമ്മൾ ചുക്കിച്ചുളിഞ്ഞു പോകും, ഒന്നുമില്ല. നമ്മുടെ ഈ എംപ്റ്റി ചെയ്യുന്ന പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ ദൈവവേലയുടെ ശരിയായ അംശം എന്ന് പറയുന്നത്. നമ്മളെ ഇങ്ങനെ വീർപ്പിച്ച് നിർത്തുന്നുണ്ടല്ലോ കുറേ കാര്യങ്ങളില്ലേ, നമ്മളെ വലുതാക്കുന്നേ, നമ്മുടെ അറിവുകൾ, നമ്മുടെ പരിചയങ്ങൾ, നമ്മുടെ സമ്പത്തുകൾ, അല്ലേ? അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ടോ നമ്മളിങ്ങനെ വീർത്തിരിക്കുന്നത്. ഇതെല്ലാം എടുത്തു കളഞ്ഞാൽ നമ്മൾ ചുക്കിച്ചുളിഞ്ഞു പോകും, കാറ്റുപോയ ബലൂൺ പോലെ ആയി പോകും, വെറും സാധാ മനുഷ്യനായി മാറും, അല്ലേ? അതിനകത്തേക്കാണ് ദൈവകൃപ നിറച്ച് നമ്മളിങ്ങനെ ആക്കി നിർത്തിയിരിക്കുന്നത്. നമ്മളിൽ നിന്നുള്ള കാര്യങ്ങൾ എടുത്തു കളയുമ്പോഴാണ് ദൈവകൃപ കൊണ്ട് നിറയ്ക്കുന്നത്. അതുകൊണ്ടാണ് വചനം ഇങ്ങനെ പറയുന്നത്, നിൻ്റെ ബലഹീനതയിൽ എൻ്റെ ശക്തി തികഞ്ഞു വരുമെന്ന് പറയാൻ കാരണം. ആ ശക്തി ഇല്ലാതായി നമ്മൾ വെറുതെയാ. നമ്മളുടെ ശംശോനെ പറ്റി പഠിക്കുമ്പോൾ ഇങ്ങനെയല്ലേ വായിക്കുന്നത്, ശക്തി ക്ഷയിച്ച് അവൻ വെറും സാധാ മനുഷ്യനെ പോലെ ആയി തീർന്നു. ഈ ദൈവശക്തി നമ്മളിൽ, നമ്മൾ വെറും സാധാ മനുഷ്യൻ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. നമ്മളെ വ്യത്യസ്തമാക്കുന്നത് എന്താണ്? ഈ ദൈവശക്തിയാണ്. അതെങ്ങനെയാണ് നിറയ്ക്കപ്പെടുന്നത്? നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ദൈവികമല്ലാത്ത കാര്യങ്ങൾ എടുത്തു മാറ്റുമ്പോഴാണ്. അങ്ങനെ അവൻ നമുക്ക് വേണ്ടി എംപ്റ്റി ആയി തീർന്നു നാം വായിക്കുന്നു. അവിടെയും ദൈവിക സമ്മത്തെ പറ്റി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാനിവിടെ അവസാനിപ്പിക്കാം. ഇതൊരു ഗ്രേസിൻ്റെ എംബോഡിമെൻ്റ് ഓഫ് ഗ്രേസ് ഞാൻ അതിനെ വിളിക്കുന്നത്. ഈ കൃപയുടെ ഒരു മൂർത്തീകരണമാണ്. കൃപ വെളിപ്പെടുത്തി വരുന്നൊരു കാര്യമാണ്, ദൈവത്തിൻ്റെ കൃപയുടെ ആഴമാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെയാണ് വായിച്ചത് അതിനെ. ഒരു മിനിറ്റ്, 2 കൊരിന്ത്യർ. അവൻ ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ എന്നാണ് നമ്മൾ വായിച്ചത്. ദരിദ്രനായി തീർന്നൊരു കൃപയാണ്, അവൻ്റെ കൃപയുടെ ഭാഗമാണ് അവൻ ദരിദ്രനായി തീർന്നത്. അപ്പോൾ ദരിദ്രനായി തീരുക, അല്ലെങ്കിൽ കർത്താവിൻ്റെ കൃപ എന്ന് പറയുന്നത്, അതിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് കേവലം ഒരിടത്ത് ഇങ്ങനെ ഇരിക്കുന്നു എന്നതല്ല, പാസീവായിരിക്കുന്നതല്ല, അത് ആക്ട് ചെയ്യുന്ന ആക്റ്റീവായ റിയാലിറ്റിയാണ്, സത്യമാണ്. ഈ കൃപ എന്ന് പറഞ്ഞാൽ എന്താണ്? അൺവൃത്തിയായ മനുഷ്യന്, അയോഗ്യനായ മനുഷ്യനിലേക്ക് ദൈവം കൊടുക്കുന്ന അവൻ്റെ ഗ്രേസ്, അവൻ്റെ ഫ്രീ ഗിഫ്റ്റാണ്. അതൊരു ഗിഫ്റ്റ് പോലെയാണ്. നമുക്ക് നമ്മുടെ ക്വാളിറ്റി കൊണ്ട് ദൈവത്തിൻ്റെ കൃപ വായിപ്പാൻ കഴിയില്ല, നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമുക്കത് സ്വീകരിക്കാൻ കഴിയില്ല. മറിച്ച് ദൈവത്തിന് നമ്മളോടുന്ന ഫേവറാണ് ഈ കൃപയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്.
നമ്മുടെ അവസ്ഥയെ കാണുന്ന മനസ്സലിവാണ് എൻ്റെ കാരണം. ഈ വാക്ക് നിങ്ങൾ പലപ്പോഴും പുസ്തകങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. അവന് മനസ്സലിഞ്ഞു എന്ന് തോന്നുന്ന വായിക്കുന്ന കാര്യങ്ങൾ. അതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ കാതലായ അംശം. നമ്മുടെ സ്ഥിതി കണ്ടിട്ട് അവന് മനസ്സലിവ്. ആരാ? നമുക്ക് തോന്നാറില്ലേ? നമ്മുടെ മക്കൾ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് കാണുക, വല്ല ചേറ്റിലും ചെളിയിലും കിടക്കുന്ന കാണുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ഫീലിംഗ് ഒന്ന് ഇമാജിൻ ചെയ്തേ. നമ്മൾ കാര്യമായിട്ട് വളർത്തിക്കൊണ്ടിരുന്ന മക്കൾ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഏതെങ്കിലും ചെളിക്കൊണ്ട് വീണ് കിടക്കുന്നൊരു അവസ്ഥയെന്ന് ഓർത്ത് വയ്ക്കുക, ഒരു അപകടം പറ്റുന്ന ഒരു അവസ്ഥയെന്ന് ഓർത്ത് വയ്ക്കുക. ഇതല്ലേ സ്വർഗസ്ഥനായ പിതാവിനും സംഭവിച്ചത്. മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച് അവനെ വലിയ ഉത്തരവാദിത്തങ്ങൾ കൊടുത്താക്കി. പക്ഷേ അതെല്ലാം വിട്ടെറിഞ്ഞിട്ട് അവനവൻ്റെ സാന്നിധ്യം വിട്ട് മാറി മാറി പോയില്ലേ? അവന് തിരിഞ്ഞ് ആ മനുഷ്യനിലേക്ക് നോക്കുമ്പോൾ അവന് ദയനീയതയും മനസ്സലിവല്ലേ തോന്നുന്നത്. അതല്ലേ അപ്പൻ്റെ പ്രത്യേകത. അതിൽ ഇസ്രായേൽ മക്കളുടെ നിലവിളി അവൻ കണ്ടു കേട്ടു എന്നൊക്കെ പറയാൻ കാരണം, അവൻ വളരെ സ്നേഹത്തോടെയും കരുതലോടെ എടുത്ത തലമുറ നിലവിളിക്കുകയും സങ്കടപ്പെടുകയും അടിമത്തത്തിലൂടെ ഞരങ്ങുകയും ചെയ്യുമ്പോൾ സ്നേഹമുള്ള പിതാവായ അവന് നമ്മളോട് കരുണ തോന്നും. അതാ ഞാൻ പറഞ്ഞ അവൻ്റെ ഇതൊരു സ്നേഹത്തിൻ്റെ കൃപയുടെയൊക്കെ ഒരു ബഹിർസ്ഫുരണമാണ്. നമ്മുടെ സ്ഥിതികളെ യഥാർത്ഥത്തിൽ ആദ്യം കാണുന്ന നമ്മളും അയൽക്കാരൊന്നുമല്ല, അവനാണ് കാണുന്നത്. നമ്മുടെ ഇല്ലായ്മകളെയും ശൂന്യതകളെയും ആദ്യം തിരിച്ചറിയുന്ന അവൻ തന്നെയാണ്. പക്ഷെ അവനൊന്നും ആലോചിക്കുന്നു, അവനവൻ ചിന്തിക്കുന്നുണ്ട് നമ്മളെപ്പോഴാണ് അവനിലേക്ക് നിന്ന് തിരിയുന്നതെന്ന്. കർത്താവിനോട് വിളിച്ച ആരുടെയും കർത്താവ് തിരിഞ്ഞു പോയിട്ടില്ല, അറിയാമോ? ദാവീദ് പുത്രാ കരുണ തോന്നണമേ, ആരെല്ലാം തടഞ്ഞാലും കർത്താവിടെ നിൽക്കും, അല്ലേ? അങ്ങനെയല്ലേ കർത്താവ്? അവനെ വിളിച്ചതിൻ്റെ അടുത്തേക്ക് തിരിഞ്ഞു നിന്നിട്ടില്ലേ? അവൻ്റെ മനസ്സലിവ് എപ്പോഴും ഒരു നിലവിളിക്ക് വേണ്ടി, ഒരു കരച്ചിലിന് വേണ്ടി, ഒരു യാതനയ്ക്ക് വേണ്ടി എപ്പോഴും തിരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അവനെ തൊടുന്നവർക്ക് സൗഖ്യമുണ്ടാകുന്നുണ്ട്. അവനെ വിളിക്കുന്നവരിലേക്ക് അവൻ തിരിഞ്ഞു നോക്കുന്നുണ്ട്, അല്ലേ? എന്താണ്? ഒരു മനസ്സലിവുള്ള ഹൃദയം അവിടെയുണ്ട്. അപ്പൻ്റെ ഹൃദയം അവിടെയുണ്ട്, അമ്മയുടെ ഹൃദയം അവിടെയുണ്ട്. മനസ്സലിവുണ്ട് അവിടെ. ഗ്രേസിൻ്റെ, കൃപയുടെ ഒരു മൂർത്തിമത് ഭാവമാണ് അവനവനെ തന്നെ താഴെ ഇറങ്ങുക. നമ്മളെ കുഞ്ഞുങ്ങൾ വെള്ളത്തിൽ വീണാൽ, ചെളിയിൽ വീണാൽ, അപകടത്തിൽപ്പെട്ടാൽ നമ്മളാരെങ്കിലും നോക്കി നിൽക്കില്ല. നമ്മൾ ആ സ്ഥിതിയിലേക്ക് ഞാൻ ഇറങ്ങിച്ചെല്ലും, അല്ലെ? അവിടെ നിന്നുകൊണ്ട് കമാൻഡ് ചെയ്യല്ല നമ്മൾ ചെയ്യുക, നമ്മൾ ഇറങ്ങിച്ചെല്ലും. ഇത് എവിടെ നിന്ന് വരുന്ന ക്വാളിറ്റിയാണെന്നറിയോ? ദൈവത്തിൽ നിന്ന് വരുന്ന ക്വാളിറ്റിയാണത്. നമ്മുടെ മക്കൾക്ക് വേണ്ടി എത്രയും താഴേക്ക് ഇറങ്ങിച്ചെല്ലാൻ, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എത്രയും താഴേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമ്മളെ സഹായിക്കുന്ന ആ ക്വാളിറ്റി മനുഷ്യരിൽ എവിടെ നിന്ന് വന്നു? ദൈവത്തിൽ നിന്നും. അതാണ് അവൻ്റെ സാദൃശ്യം സ്വരൂപം എന്നൊക്കെ പറയുന്നത്. എന്തിനാ കർത്താവ് നമ്മളെ അടുത്തൊക്കെ പറയുന്നത്? എന്തിനാ പഠിപ്പിക്കുന്നത്? എന്തിനാ വചനം നമ്മളോട് പറയുന്നത്? നമ്മുടെ ജീവിതത്തിൽ ദൗത്യങ്ങളുണ്ട് പ്രിയമുള്ളവരെ. അവൻ നമുക്ക് വേണ്ടി ഇറങ്ങി വന്നതുകൊണ്ടല്ലേ നമ്മളിങ്ങനെ ആയത്. അവൻ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നപ്പോഴേ നമ്മൾ ചിരിക്കാൻ തുടങ്ങിയത്, അപ്പോഴല്ലേ നമ്മൾ സന്തോഷിക്കാൻ തുടങ്ങിയത്. അവൻ ഇറങ്ങി വന്ന് നമ്മൾ തൊട്ടപ്പോഴല്ലേ നമ്മൾ സ്വാതന്ത്ര്യം അനുഭവിച്ചു തുടങ്ങിയത്. നമ്മുടെ പിതാക്കൾ, മാതാപിതാക്കൾ, ഈ ഭാരതം ഒരു 4 തലമുറ മുമ്പ് എന്തായിരുന്നു? ഇവിടെ തുണി പോലും കൊടുക്കാൻ അറിയാത്ത കുറേ മനുഷ്യർ. അതല്ലായിരുന്നു മിഷന്മാരുടെ വരവിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന തന്നെ വിദ്യാഭ്യാസമുള്ളവരായിരുന്നു, പഠനവും പഠിത്തമുള്ളവരായിരുന്നു. ഭാഷ പോലും കൈകാര്യം ചെയ്യാൻ അധികാരമില്ലാത്ത കുറേ മനുഷ്യരുണ്ടായിരുന്ന ഇടമാണിത്. ആരൊക്കെ ഇറങ്ങി വന്നു നമ്മുടെ ജീവിതത്തിലേക്ക്? ആരൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് വേണ്ടി കാത്തു നിന്നു? ആരൊക്കെ നമ്മുടെ കുടുംബത്തിലേക്ക് വന്നു? ആരൊക്കെ വഴി തടഞ്ഞു നിർത്തി കാര്യം പറഞ്ഞു? അതുകൊണ്ടല്ലേ നമ്മൾ ഇന്നിങ്ങനെ ആയത്? ആരൊക്കെ നമ്മൾക്ക് വേണ്ടി കരയാനും സങ്കടപ്പെടാനും തയ്യാറായി? അതുകൊണ്ടല്ലേ നമ്മളിങ്ങനെ ആയത്? നമ്മളെ ഓർക്കാനായിട്ട് ആരുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തോന്നിച്ചുകൊണ്ടല്ലേ നമ്മളിങ്ങനെ ആയത്? അവനായിത്തീർന്നു, പൂറായിത്തീർന്നു, നമുക്ക് വേണ്ടി ആയിത്തീർന്നു. നമുക്കും ആയിത്തീരണ്ടേ? അതല്ലേ എൻ്റെ ലക്ഷ്യം. ഇതാര് തുടരും, മുന്നോട്ട് ആര് കൊണ്ടുപോകും? അത് നമ്മളല്ലേ ചെയ്യേണ്ടത്. ഇതാണ് വചനം നമ്മളോട് എല്ലാവരോടും പറയുന്നത്. പൽക്കാലം ദൈവസന്നിധിയിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഇതാരെങ്കിലും ദൈവസന്നിധാനത്തിൽ തങ്ങളുടെ ജീവിതത്തിൽ നഷ്ടങ്ങളിൽ ഞരങ്ങുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് സാമ്പത്തിക വിഷയത്തിൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, നമുക്ക് വേണ്ടി ദരിദ്രനായി തീർന്ന കർത്താവിലേക്ക് നോക്കാം. നമ്മളെ സമ്പന്നനാക്കുവാനായിട്ട് അവൻ ദരിദ്രനായി തീർന്നുള്ള സത്യത്തെ ഇന്ന് പൽക്കാലം ഉള്ളിൽ ഉറപ്പിക്കണം. എൻ്റെ പരിമിതികൾ മാറ്റുവാനായിട്ടാണ്,
എൻ്റെ സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്ന് വിടുവിക്കുവാനായിട്ടാണ്, എന്നെ ഉദ്ധരിക്കുവാനായിട്ടാണ് യേശു ഇന്ന് പകൽക്കാലം വന്നിട്ടുള്ളത്. അവൻ ദരിദ്രനായി തീർന്നത് വെറുതെ ആയിരുന്നില്ല, ഒരു പർപ്പസ് ഉണ്ട്, ലക്ഷ്യമുണ്ട്. എന്ത്? അവൻ്റെ ആ അധികാരവും ശക്തിയും വീണ്ടും എന്നിൽ തിരിച്ചു തരാൻ വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, ആഴമായി പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ട ഒത്തിരി കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഞാനിവിടെ അവസാനിപ്പിക്കുക.